ജെറുസലേമിൻ നായകനെ വാഴ്ത്തുവിൻ, നിത്യമഹോന്നതനാഥനെ വാഴ്ത്തുവിൻ. ജെറുസലേമിൻ നായകനെ വാഴ്ത്തുവിൻ, നിത്യമഹോന്നതനാഥനെ വാഴ്ത്തുവിൻ. ദൈവത്തിൻ പ്രിയജാതന് തപ്പുകൾ തമ്പുരു വീണകളാൽ കീർത്തനങ്ങൾ പാടി വാഴ്ത്തുവിൻ. ദൈവത്തിൻ പ്രിയജാതന് തപ്പുകൾ തമ്പുരു വീണകളാൽ കീർത്തനങ്ങൾ പാടി വാഴ്ത്തുവിൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഒരു കുഷ്ഠരോഗി ഈശോയുടെ മുമ്പിൽ വന്ന് താണു വണങ്ങി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. കുഷ്ഠരോഗികളോട് സമൂഹത്തിന് ഭയവും വെറുപ്പുമായിരുന്നു. ആരും അവരെ തൊടുകയോ അവരുടെ മുഖത്തേക്ക് നോക്കുകയോ ചെയ്യാറില്ല. ആ പാപത്തിനോട് ഈശോയ്ക്ക് അലിവും സഹതാപവും തോന്നി. ചുറ്റുമുള്ളവർ ഞെട്ടി നിൽക്കെ ഈശോ അയാളുടെ അടുത്ത് ചെന്ന് സ്നേഹത്തോടെ സ്പർശിച്ചുകൊണ്ട് അയാൾക്ക് സൗഖ്യം നൽകി. ഈശോ നൽകിയ രക്ഷ അയാളെ വീണ്ടും സമൂഹത്തിൽ ഒരു സ്വീകാര്യനാക്കി മാറ്റി. കൂട്ടുകാരെ, ചില കുട്ടികളുടെ സ്വഭാവവും രൂപവും കാരണം എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തുകയും വെറുക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ അവരും ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാണെന്ന് നമ്മൾ ഓർക്കണം. നമ്മളും അവരോട് കരുണയും സ്നേഹവും കാണിക്കുവാൻ, നമ്മുടെ സ്നേഹ വലയത്തിലേക്ക് അവർ സ്വീകരിക്കുവാൻ ഈ ക്രിസ്മസ് കാലം നമ്മെ സഹായിക്കട്ടെ. പുൽക്കൂട്ടിൽ പറഞ്ഞ ഉണ്ണീശോയെ കരുണയുള്ള ഹൃദയം തരണമേ എന്ന സുഹൃത ജപം 10 പ്രാവശ്യം ചൊല്ലി ഈശോയ്ക്ക് കാഴ്ചവെക്കാം. നന്ദി.